എല്ലാ കൂട്ടുകാർക്കും SSLC റിവിഷൻ ക്ലാസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 10 resistors each of 2 ohm are connected in parallel. Calculate the effective resistance. Calculate the effective resistance if the resistors are connected in series. അതായത് 2 ഓം ഉള്ള 10 റെസിസ്റ്റൻസുകളെ പാരലലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും, അതുപോലെ സീരീസ് ആയി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും. നമുക്കറിയാം, റെസിസ്റ്റൻസുകളെ പാരലലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്കാക്കാൻ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ ടോട്ടൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ 2 ഓം റെസിസ്റ്ററുകളാണ് 10 എണ്ണം സീരീസ് ആയി അല്ലെങ്കിൽ പാരലലായി ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു റെസിസ്റ്ററിന്റെ വില 2 ഓം ആണ്. ആകെ റെസിസ്റ്റൻസുകളുടെ എണ്ണം 10 ആണ്. അങ്ങനെയാണെങ്കിൽ പാരലലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/10 ഈസ് ഈക്വൽ ടു 0.2 ഓം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അതേസമയം ഒരേ അളവിലുള്ള റെസിസ്റ്റൻസുകളെ n നമ്പർ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്കാക്കാൻ ഒരു റെസിസ്റ്റൻസിന്റെ അളവിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. ഇവിടെ ഒരു റെസിസ്റ്റൻസിന്റെ അളവ് 2 ഓം ആണ്. ടോട്ടൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് 10 ആണ്. അതുകൊണ്ട് തന്നെ 2 × 10 ഈസ് ഈക്വൽ ടു 20 ഓം എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. 2 ഓം വീതം പ്രതിരോധമുള്ള 10 പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. ഈ പ്രതിരോധങ്ങൾ ശ്രേണിയായി ബന്ധിപ്പിച്ചാൽ സഫല പ്രതിരോധം എത്രയായിരിക്കും? അതായത് 2 ഓം പ്രതിരോധമുള്ള 10 പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോഴും ശ്രേണിയായി ബന്ധിപ്പിക്കുമ്പോഴുമുള്ള സഫല പ്രതിരോധമാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഒരേ അളവിലുള്ള പ്രതിരോധങ്ങളെ n എണ്ണം പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ സഫല പ്രതിരോധം Rp = ഒരു പ്രതിരോധത്തിന്റെ അളവിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രതിരോധത്തിന്റെ അളവ് 2 ആണ്, പ്രതിരോധങ്ങളുടെ എണ്ണം 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ഓം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അതേസമയം ഇതേ അളവ് പ്രതിരോധങ്ങളെ ശ്രേണിയായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ സഫല പ്രതിരോധം കണ്ടെത്തുന്നതിനായി ഒരു പ്രതിരോധത്തിന്റെ അളവിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. ഇവിടെ ഒരു പ്രതിരോധത്തിന്റെ അളവ് 2 ആണ്, എണ്ണം 10 ആണ്. അങ്ങനെയാണെങ്കിൽ 2 × 10 ഈസ് ഈക്വൽ ടു 20 ഓം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ സഫല പ്രതിരോധം കുറയുകയും ശ്രേണിയായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ സഫല പ്രതിരോധം കൂടുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അറേഞ്ച് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഗിവൺ ടേബിൾ. ഇവിടെ കുറേയധികം സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകളെ ഈ 2 ടേബിളുകളിലായി, അതായത് ഇവിടെ താഴെ തന്നിരിക്കുന്ന 2 ഭാഗങ്ങളിലായി നമ്മൾ പട്ടികപ്പെടുത്തണം. ഇവിടെ സീരീസ് കണക്ഷൻ എന്നും പാരലൽ കണക്ഷൻ എന്നുമാണ് തന്നിരിക്കുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെന്റുകളെ സീരീസ് കണക്ഷനുമായി യോജിച്ചവ സീരീസ് കണക്ഷന്റെ താഴെയും പാരലൽ കണക്ഷനുമായി യോജിച്ചവ പാരലൽ കണക്ഷന് താഴെയും നമ്മൾ പട്ടികപ്പെടുത്തണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. When the number of resistors increases, current also increases. നമുക്കറിയാം, റെസിസ്റ്ററുകളെ എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റേഴ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടുന്നത്. റെസിസ്റ്റേഴ്സിനെ പാരലലായി കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കുറയുകയും അതിന്റെ ഫലമായി കറണ്ട് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പാരലൽ കണക്ഷനുമായി യോജിച്ചവയാണ്. അതുകൊണ്ട് നമുക്ക് പാരലൽ കണക്ഷൻ ഇൻ റെസിസ്റ്റേഴ്സ് എന്നതിന്റെ ചുവടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതി ചേർക്കാം.
അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. വെൻ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻക്രീസസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റേഴ്സിനെ പാരലായി കണക്ട് ചെയ്യുമ്പോഴാണ് റെസിസ്റ്ററുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും പാരലൽ കണക്ഷൻ ഇൻ റെസിസ്റ്റേഴ്സ് എന്നതിന്റെ ചുവടെ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കൂ. സെയിം എമൗണ്ട് ഓഫ് കറണ്ട് പാസസ് ത്രൂ ആൾ റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴാണ് ഒരേ അളവിലുള്ള വൈദ്യുതി എല്ലാ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് സെയിം ഫോർ ആൾ ദ റെസിസ്റ്റേഴ്സ്. റെസിസ്റ്ററുകളെ പാരലലായി കണക്ട് ചെയ്യുമ്പോഴാണ് എല്ലാ റെസിസ്റ്ററുകൾക്ക് കുറുകെയും ഒരേ അളവിലുള്ള പൊട്ടൻഷ്യൽ ലഭിക്കുന്നത്. ഹൈ റെസിസ്റ്റേഴ്സ് ഗെറ്റ് ഹീറ്റഡ് മോർ. റെസിസ്റ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ കൂടുതൽ ചൂടാകുന്നത്. അപ്പോൾ നമുക്കത് സീരീസ് കണക്ഷന്റെ ചുവടെ എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അപ്ലൈഡ് വോൾട്ടേജ് വിൽ ബി സ്പ്ലിറ്റ് അമോങ് ദ റെസിസ്റ്റേഴ്സ്. റെസിസ്റ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴാണ് ഓരോ റെസിസ്റ്ററുകൾക്ക് കുറുകെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അവസാന സ്റ്റേറ്റ്മെന്റ് നോക്കൂ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് മിനിമം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെസിസ്റ്ററുകളെ പാരലായി കണക്ട് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് മിനിമം ആകുന്നത്. അതേസമയം റെസിസ്റ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് മാക്സിമം ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രസ്താവനകളെ നമുക്ക് സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്നിങ്ങനെ കൃത്യമായി പട്ടികപ്പെടുത്താവുന്നതാണ്. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളെ തന്നിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുക. ഒന്നാമത്തെ പ്രസ്താവന പരിശോധിക്കൂ. പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുമ്പോൾ വൈദ്യുതിയുടെ അളവും കൂടുന്നു. നമുക്കറിയാം പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോഴാണ് പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയും ഇതിന്റെ ഫലമായി വൈദ്യുത പ്രവാഹ തീവ്രത കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ പ്രസ്താവന പ്രതിരോധങ്ങളുടെ സമാന്തര ക്രമീകരണത്തിന് ചുവടെ രേഖപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുമ്പോൾ സഫല പ്രതിരോധം കുറയുന്നു. പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോഴാണ് പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുമ്പോൾ സഫല പ്രതിരോധം കുറയുന്നത്. അതേസമയം ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുകയാണെങ്കിൽ പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാ പ്രതിരോധങ്ങളിലൂടെയും ഒരേ അളവിലുള്ള വൈദ്യുതി പ്രവഹിക്കുന്നു. പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോഴാണ് എല്ലാ പ്രതിരോധങ്ങളിലൂടെയും ഒരേ അളവിൽ വൈദ്യുതി പ്രവഹിക്കുന്നത്. എല്ലാ പ്രതിരോധങ്ങളിലെയും പൊട്ടൻഷ്യൽ വ്യത്യാസം സമാനമായിരിക്കും. പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോഴാണ് എല്ലാ പ്രതിരോധങ്ങൾക്ക് കുറുകെയും ഒരേ പൊട്ടൻഷ്യൽ, ഒരേ വോൾട്ടേജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പ്രതിരോധം കൂടിയ പ്രതിരോധങ്ങൾ കൂടുതൽ ചൂടാകും. അതായത് പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ എല്ലാ പ്രതിരോധങ്ങളിലൂടെയും ഒരേ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകം ഈ പ്രതിരോധത്തിന്റെ പ്രതിരോധമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രതിരോധം കൂടിയ പ്രതിരോധങ്ങൾ ചൂടാകണമെങ്കിൽ അവയെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കണം. അടുത്ത പ്രസ്താവന. പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോഴാണ് നൽകുന്ന വോൾട്ടേജ് പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കുന്നത്. അതേസമയം പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ എല്ലാ പ്രതിരോധങ്ങൾക്ക് കുറുകെയും ഒരേ വോൾട്ടേജ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ നൽകുന്ന വോൾട്ടേജ് വിവിധ പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സഫല പ്രതിരോധം ഏറ്റവും കുറവായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോഴാണ് സഫല പ്രതിരോധം ഏറ്റവും കുറവായി അനുഭവപ്പെടുന്നത്. അടുത്തത് ഒരു സർക്യൂട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്റൻസുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 100 ഓമിന്റെ റെസിസ്റ്റൻസ്, 200 ഓമിന്റെ മറ്റൊരു റെസിസ്റ്റൻസ്. ഇവ 30 വോൾട്ടുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇതിൽ റെസിസ്റ്ററുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്? നമുക്ക്
ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഇവിടെ റെസിസ്റ്റൻസുകൾ ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസുകൾ എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, സർക്യൂട്ടിലെ സഫല പ്രതിരോധം എത്രയാണ്? ഇവിടെ നമുക്കറിയാം രണ്ട് റെസിസ്റ്റൻസുകളെ ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രതിരോധങ്ങളുടെയും തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് 300 ഓം എന്നായിരിക്കും ഉത്തരം ലഭിക്കുന്നത്. ഈ സർക്യൂട്ടിൽ കൂടുതൽ വോൾട്ടേജ് ലഭിക്കുന്നത് ഏത് റെസിസ്റ്ററിലാണ്? നമുക്കറിയാം കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള 200 ഓം റെസിസ്റ്ററിനായിരിക്കും കൂടുതൽ വോൾട്ടേജ് ലഭിക്കുന്നത്. കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് റെസിസ്റ്ററിലാണ്? റെസിസ്റ്ററുകളെ സീരീസ് ആയി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ഈ 200 ഓമിൽ തന്നെ ആയിരിക്കും. കൂടുതൽ വൈദ്യുതി പ്രവഹിക്കുന്നത് ഏത് റെസിസ്റ്ററിലാണ്? നമുക്കറിയാം റെസിസ്റ്ററുകളെ സീരീസ് ആയി ബന്ധിപ്പിക്കുകയാണെങ്കിൽ എല്ലാ റെസിസ്റ്ററുകളിലൂടെയും ഒരേ അളവിലുള്ള വൈദ്യുതി ആയിരിക്കും പ്രവഹിക്കുന്നത്. അവസാന ചോദ്യം ഇതാണ്, 100 ഓം റെസിസ്റ്ററിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം 10 വോൾട്ട് ആയാൽ എയിൽ നിന്ന് ബിയിലേക്ക് 1 കൂളോം വൈദ്യുത ചാർജ് എത്തിക്കാൻ എത്ര ജൂൾ പ്രവൃത്തി ചെയ്യണം? ഈ ബാറ്ററി എത്ര ജൂൾ പ്രവൃത്തി ചെയ്യണം? അതായത് എ എന്ന പോയിന്റ് ഇതാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. എയിൽ നിന്ന് ബിയിലേക്ക് 1 കൂളോം വൈദ്യുത ചാർജ് എത്തിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം വൈദ്യുത ചാർജ് എത്തിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ ആ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ അത് 10 വോൾട്ട് എന്ന് തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് 10 ജൂൾ ആയിരിക്കും. ഒരു സർക്യൂട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യമാണ്. ഈ സർക്യൂട്ടിൽ 100 ഓം 200 ഓം റെസിസ്റ്ററുകളെ സീരീസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഇവയെ സീരീസ് ആയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്? സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കറിയാം സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് ആണ്. ഇവിടെ 100 ഓം 200 ഓം റെസിസ്റ്ററുകളെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 300 ഓം എന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, ഹൈ വോൾട്ടേജ് ഈസ് ഡ്രോപ്ഡ് അക്രോസ് ഡാഷ്. നമുക്കറിയാം കൂടുതൽ പ്രതിരോധത്തിന് കുറുകെയായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ 200 ഓം എന്ന് നമുക്ക് രേഖപ്പെടുത്താം. മോർ ഹീറ്റ് വിൽ ബി ജനറേറ്റഡ് ഇൻ ഡാഷ്. റെസിസ്റ്ററുകളെ സീരീസ് ആയി ബന്ധിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിനായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഉത്തരം 200 ഓം എന്ന് നമുക്ക് രേഖപ്പെടുത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റെസിസ്റ്റേഴ്സ് ത്രൂ വിച്ച് ഗ്രേറ്റർ കറന്റ് പാസസ്. ഇവിടെ റെസിസ്റ്ററുകളെ സീരീസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്ന ആയതുകൊണ്ട് രണ്ട് റെസിസ്റ്ററുകളിലൂടെയും സെയിം എമൗണ്ട് ഓഫ് കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 100 ohm is 10 watt, how much work is done by the battery to move 1 coulomb charge from A to B? ഇവിടത്തെ എ ബി എന്നീ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 10 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എയിൽ നിന്ന് ബിയിലേക്ക് 1 കൂളോം ചാർജിനെ കൊണ്ടുപോകാൻ ഈ ബാറ്ററി ചെയ്ത പ്രവൃത്തിയുടെ അളവ് 10 ജൂൾ ആണ്. അപ്പോൾ നമുക്ക് 10 ജൂൾ എന്ന് രേഖപ്പെടുത്താം.